ഹലോ, ഇഗ്നോയ്ക്കകത്ത് ഒരുപാട് ടൈപ്പ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പ്രോഗ്രാമിനും സെയിം ഫീസ് അല്ല, ഡിഫറൻസ് ഉണ്ട്. ഡ്യൂറേഷൻസ് സെയിം ആണ്. മിനിമം 2 ഇയേഴ്സും മാക്സിമം 4 ഇയേഴ്സാണ്. 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 വർഷത്തിൻ്റെ ഉള്ളിൽ തീർത്താൽ മതി. 4 വർഷത്തിനുള്ളിൽ തീർക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫീ അടച്ചിട്ടൊന്നും ഈ ഡ്യൂറേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ മാക്സിമം 4 ഇയേഴ്സ് വരെയാണ് ടൈമുള്ളൂ. പിന്നെ എലിജിബിലിറ്റി ഓൾമോസ്റ്റ് വന്നിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഡിഗ്രി ഉണ്ടായാൽ മതി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അല്ലാതെ എന്താ പറയുക, ഇത്ര പെർസെൻറ്റേജ് വേണം അല്ലെങ്കിൽ ഈ ഒരു BA പ്രോഗ്രാം തന്നെ വേണമെന്നൊന്നും എവിടെയും പറയുന്നില്ല. എനി ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് മാത്രമാണ് നമുക്ക് എലിജിബിലിറ്റി പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്രോഗ്രാമാണ്, എത്രയൊക്കെ ഫീസ് ആവും നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇഗ്നോ കോമൺ പ്രോസ്പെക്ടസിൽ 31ാമത്തെ പേജ് തൊട്ടിട്ടാണ് ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം MBA MCOMിലേക്ക് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. പിന്നെ ഇതാ നമ്മുടെ 32ാമത്തെ പേജിലാണ് MA പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ കൊടുത്തേക്കുന്നത് MA ഇംഗ്ലീഷിൻ്റെ കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാച്ചലേഴ്സ് ഡിഗ്രി ഓർ ഹയർ ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് മാത്രമാണ് എലിജിബിലിറ്റി പറയുന്നുള്ളൂ. ഡ്യൂറേഷൻ 2 ഇയറും മാക്സിമം ഡ്യൂറേഷൻ 4 ഇയറും ആണ്. ഇപ്പോൾ ഏതൊരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിൻ്റെ ഫീസോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ പേയ്മെൻറ്റോ നമ്മൾ അടയ്ക്കണം. അതിന് പുറമേ ആയിട്ട് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് 300ഉം ഡെവലപ്മെൻറ്റ് ഫീസ് എന്ന് പറഞ്ഞിട്ട് 200 രൂപ, അതായത് 500 രൂപ നമ്മൾ അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഫീസിൽ ബുക്സ് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് ബുക്സ് വേണ്ട എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനുള്ളത് അഡ്മിഷൻ എടുക്കുന്ന സമയത്തേ ഉണ്ട്. അപ്പോൾ ബുക്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് തന്നെയായിരിക്കും. ബുക്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ 15% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ MA ഇംഗ്ലീഷിന് നമുക്ക് ഫീസ് വരുന്നത് 7700 പെർ ഇയർ ആണ് കേട്ടോ. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെ 7700 പ്ലസ് പ്രോസസ്സിംഗ് ചാർജ് 300, ഡെവലപ്മെൻറ്റ് ചാർജസ് 200 രൂപ അടക്കം 8200 രൂപ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇഗ്നോയ്ക്ക് പേയ്മെൻറ്റ് ചെയ്യണം. ഇനി ബുക്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ 7700 മുകളിൽ 15% ഡിസ്കൗണ്ട് വന്നിട്ടുള്ളതേ നമുക്ക് അടയ്ക്കാനുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ MA ഹിന്ദിക്കാണെങ്കിലും അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, അതുപോലെ അങ്ങനത്തെ പ്രോഗ്രാംസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇതിനൊക്കെ സെയിം ഫീസ് തന്നെയാണ്. 7700 പെർ ഇയർ ആണ്. അതേസമയം MA സോഷ്യോളജിക്ക് കുറച്ച് ഫീസ് കുറവുണ്ട് കേട്ടോ. അതായത് അതിന് 7300 പെർ ഇയറേ ഉള്ളൂ. ഇനി സൈക്കോളജി ആകുമ്പോൾ കുറച്ചുകൂടി ഫീസ് കൂടുതലുണ്ട്. കാരണം അതിനകത്ത് എന്താ പറയുക, പ്രാക്ടിക്കൽ വരുന്നുണ്ട് ഈ സൈക്കോളജി സബ്ജക്റ്റിൽ. അതുകൊണ്ട് തന്നെ ഫീസ് കുറച്ചും കൂടി കൂടുതലാണ്. 10,000 പെർ ഇയർ ആണ് ഫീസ് വന്നിട്ടുള്ളത്. ഇനി എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിലും ഫീസ് MA ഇംഗ്ലീഷിനൊക്കെ അപേക്ഷിച്ചിട്ട് കൂടുതലാണ്. 9,200 പെർ ഇയർ ആണ് വരുന്നത്. ഇനി നമുക്ക് എന്താണ്, ലൈബ്രറി ഇൻഫോർമേഷൻ സയൻസ് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈബ്രറി സയൻസിൽ ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രമാണ് പറ്റുള്ളൂ. ഫീസ് 11,500 രൂപയാണ് ഫുൾ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് എല്ലാ പ്രോഗ്രാം പോലെ 2 ഇയർ അല്ല, 1 ഇയർ ആണ് കേട്ടോ. കാരണം ഓൾറെഡി എന്താ പറയുക, നമ്മൾ ലൈബ്രറി ഇൻഫോർമേഷൻ സയൻസ് കഴിഞ്ഞ ഒരാൾക്ക്, ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. 1 ഇയർ ഡിഗ്രിയാണ്, മാക്സിമം ഡ്യൂറേഷൻ 2 ഇയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു വ്യത്യാസമുണ്ട്. ഫീസ് 11,500 എന്ന് പറഞ്ഞിരിക്കുന്നത് 1 ഇയറത്തെ ഫീസാണ്. അത് ഫുൾ പ്രോഗ്രാം ഫീ ആണ്. അത് മൊത്തം നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോഴേ കൊടുക്കണം. ഇനി നമുക്ക് MAയിൽ തന്നെ ആന്ത്രപ്പോളജി വരുന്നുണ്ട്, പിന്നെ ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡി, അതൊക്കെയാണ് നമുക്ക് MA പ്രോഗ്രാമിൽ വരുന്നത്. പിന്നൊക്കെ വേറെ വേറെ റൂറൽ ഡെവലപ്മെൻറ്റ്, അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് വേറെയും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പ്രോസ്പെക്ടസ് ഇവിടെ കൊടുക്കാം. കാരണം MA എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം ഇഗ്നോയ്ക്കകത്ത് ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രോസ്പെക്ടസ് ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രോഗ്രാം ഏതാണെന്ന് നോക്കുക. അതിനുശേഷം മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡെക്സ് കാണും. ഇൻഡെക്സ് നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേജ് നമ്പർ നോക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്ട്സൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ളത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്രയും പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രോസ്പെക്ടസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പക്ഷേ കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 2 ഇയേഴ്സും മാക്സിമം 4 ഇയേഴ്സാണ്. ഏത് ഡിഗ്രിയുള്ള ആൾക്കാർക്ക് നമുക്ക് ഇഗ്നോയ്ക്കകത്ത് PGക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പക്ഷേ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം. അതേസമയം ചില പ്രോഗ്രാമിന് ഇങ്ങനെ പറയും. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ലൈബ്രറി ഇൻഫോർമേഷൻ സയൻസ്, അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെ ചില പ്രോഗ്രാമിന് മാത്രമാണ് റയറായിട്ട് മാറ്റം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിനകത്തേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ.